വീഡിയോയുടെ പാർട്ട് 4 വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോട്ടിംഗ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഒന്ന് റോട്ടിൽ കൂടെ നടക്കാൻ ഇറങ്ങിയതാണ്. നല്ലൊരു വാക്കിംഗ് ആയിരുന്നു കനാലിൻ്റെ തീരത്തോടെ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കടല വിൽക്കുന്ന ചേട്ടനെ കണ്ടു. അപ്പോൾ ചൂടൻ കടല 4 പൊതി അങ്ങ് വാങ്ങി. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഡേ നൈറ്റ് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. ഇതേ സെക്കൻഡ് ഡേയിൽ നമ്മുടെ ഒരു കിടിലൻ ഫോട്ടോഷൂട്ടാണ് വരുന്നത്. ഇതേ ആരാണ് ഓടി വരുന്നത്? ഞാൻ തന്നെയാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, പേടിക്കേണ്ട, ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതേ നമ്മുടെ സാരിയും ബ്ലൗസും ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സാരി വന്നിട്ട് ഞാൻ ഫോട്ടോഷൂട്ടിനായിട്ട് മമ്മിയുടെ സാരി എടുത്തുകൊണ്ട് വന്നതാണ്. ബ്ലൗസ് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു ബെൽറ്റ് മോഡലൊക്കെ വെച്ചിട്ടൊരു ബ്ലൗസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള. അപ്പോൾ അതേ കുറേ ഡാൻസ് പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് പാട്ടിൻ്റെ ആണെന്ന്. അത്യാവശ്യം റീൽസൊക്കെ കാണുന്നവരാണ് നിങ്ങൾക്ക് ഇപ്പം തന്നെ കത്തിയിട്ടുണ്ടാവും. നമ്മുടെ മാലട്ടം ടം ആ പാട്ടാണ്. എനിക്കത് മുഴുവൻ പാടാമെന്നറിയില്ല, എന്നാലും നമ്മൾ ഡാൻസിന് വേണ്ടിയിട്ട് അത് അത്യാവശ്യം നമുക്ക് അതിൻ്റെ ചൂടൊക്കെ അറിയാം. അപ്പോൾ അതേ ഏകദേശമൊക്കെ ഒപ്പിച്ചൊപ്പിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. അന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഈ റീൽസൊക്കെ ആണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം കയറി നോക്കണം, എന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നേ. അടുത്ത റീലിന് വേണ്ടിയിട്ട് എൻ്റെ പൊന്നെ എന്തൊക്കെ പെടാപ്പാടുകളാണെന്നറിയാമോ. ഒരു 3-4 വട്ടം അത് തന്നെ എടുത്തു. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു 6-6:30-7 മണിയായി കാണും. അപ്പോൾ ഉള്ള അംഗമാണിത്. അപ്പോൾ ഞാൻ അത് രാവിലെ എണീറ്റ് സാരിയൊക്കെ ചുറ്റി എല്ലാം സെറ്റാക്കി. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി പ്രിൻറ്റോയ്ക്ക് വീഡിയോ ഷൂട്ട് കുറേ ഉള്ളതാണ്. അപ്പോൾ ഞാൻ കാരണം ഒരു ഡിലേ വരണ്ടെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ സാരിയൊക്കെ കൊടുത്ത് റെഡിയായിട്ട് നിൽക്കണതാണ്. പ്ലീറ്റ്സൊക്കെ തലേദിവസം എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഈ സാരി ലുക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ ബെൽറ്റ് ഒരു എലഗൻറ്റ് ലുക്ക് ഉണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. പിന്നെ സാരി ഒതുങ്ങിയിരിക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടു? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ, എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി അമ്മി, ടാറ്റാ ടാറ്റാ. ഇപ്പം എല്ലാം പറഞ്ഞ പോലെ ടാറ്റന്നേ. ടാറ്റാ. അപ്പോൾ നമ്മുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളിതേ തിരിച്ചു പോവുകയാണ്. അതേ വള്ളത്തിൽ കയറിയാണ് നമ്മൾ പോകണം. ആ വെള്ളമല്ല, അത് ബോട്ടാണ്. നമ്മുടെ വള്ളം എവിടെ? ഇതാണ് നമ്മുടെ വള്ളത്തെ കയറിയാണ് പോണത്. മമ്മിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ വള്ളത്തെ കയറി. എനിവേ കയറി കഴിഞ്ഞപ്പോൾ അങ്ങ് സെറ്റായി. നല്ല രസമുണ്ട്. ഏറ്റവും അഡ്വഞ്ചറാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പോണ വഴിക്ക് ഇതേ നമ്മൾ ആലപ്പുഴ ബീച്ചിലൊക്കെ കയറി. ഇത് അവർ 3 പേരും കടലൊക്കെ തൊട്ടിട്ടാണ് വരുന്നത്. ഞാൻ ദേ അവിടെ ഒരു കുടയുടെ കീഴിൽ കുത്തിയിരിക്കണതാണ്. ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഏകദേശം ഒരു 40 ഡിഗ്രി അടുത്ത്. ഭയങ്കര ചൂടാണ്. സഹിക്കാൻ പറ്റുന്ന ചൂടല്ല കേട്ടോ. SPF ഒന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. വെറുതെ എന്തിനാ ടാൻ അടിക്കുന്നത്? ഇതെന്നെ എല്ലാവരും കൂടെ കളിയാക്കുന്നുണ്ട് കേട്ടോ, ഞാൻ അവിടെ കുത്തിയിരിക്കുകയെന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരും ഇതേ കറക്കുക. മമ്മിയൊക്കെ ഭയങ്കര എൻജോയ് ചെയ്താണ് വരുന്നത് കടലൊക്കെ കണ്ടിട്ട്. എനിക്ക് അത്ര എൻജോയ്മെൻ്റ് ഒന്നും തോന്നുന്നില്ല, ഭയങ്കര ചൂടാണ്. പിന്നെ അതേ ആ തീരത്തുള്ള നമ്മൾ കാറ്റാമറൈൻ കഫേയിൽ നമ്മൾ കയറി. അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അടിപൊളിയായിരുന്നു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്നുള്ള കടൽ കാഴ്ചയൊക്കെ അടിപൊളിയാണ്. പിന്നെ അവിടുന്ന് നമ്മൾ ചാടി വണ്ടിയെ കയറി. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റില്ല. പിന്നെ വണ്ടി ഇരുന്നുള്ള എൻജോയ്മെൻറ്റ്സ് ആണ്. ഞാൻ ദേ മമ്മീനെ ഡാൻസ് പഠിപ്പിക്കുന്നതാണ്. ഡാൻസ് മാസ്റ്റർ വിക്രമാണ് ഞാനിവിടെ. അപ്പോൾ മമ്മി ഇതേ ഡാൻസ് പഠിച്ചിട്ട് ഈസി ആയിട്ട് ഇതേ മമ്മി അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി സ്റ്റെപ്സൊക്കെയാണ് ഞങ്ങൾ ഇട്ടത്. രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമാണ്. ഇത് അടുത്ത സ്റ്റെപ്പ് ഹൊയ് 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 ഹൊയ്. അടിപൊളിയാണ്. മമ്മി നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറേ നേരം എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഡാൻസൊക്കെ ചെയ്ത് ഞങ്ങൾ ക്ഷീണിച്ചു ഗൈസ്. ഭയങ്കരമായിട്ട് മടുത്തു പോയി. നല്ല രസമായിരുന്നു കേട്ടോ എന്താണേലും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയി വന്നപ്പോൾ ദേ തണ്ണീർമുക്കം ബണ്ടാണ്. ഇത് ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് തോന്നുന്നത്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഞാൻ ഓർക്കുന്നില്ല. എന്താണേലും അടിപൊളിയാണ്. ഇതേ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ തണ്ണീർമുക്കം ബണ്ട്. അങ്ങ് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ്. അങ്ങനെ പോയി ഇതേ വൈക്കത്ത് എത്തി കേട്ടോ. വൈക്കത്ത് ഇതേ കുറേ ഫിഷ് അതുപോലെ തന്നെ മുട്ട അത് ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി നിന്നു. ഇത് 130 കാക്കിലോ അതോ 150. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉണക്ക ചെമ്മീനാണെന്നാണ് പറയുന്നത്. എന്നാണേലും എനിക്കിഷ്ടം കേട്ടോ ചെമ്മീനും മാങ്ങയൊക്കെ. കുറച്ചങ്ങ് വാങ്ങി. പിന്നെന്താ ചെമ്മീൻ മാത്രമല്ല കേട്ടോ, നത്തോലി അത് ഇതൊക്കെ പാക്കറ്റുകളിൽ ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റാണ് അതിങ്ങനെ വറുത്ത് കഴിക്കാനൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ആ കടയിലുണ്ട്. ചെമ്മീൻ മമ്മി എന്തൊക്കെ ചെയ്യും ഇത് വെച്ചിട്ട്? ചെമ്മീൻ നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തി എന്ന് പറഞ്ഞാൽ തേങ്ങയിട്ട് ഉള്ളി ചേർക്കില്ലേ നമ്മള്? ഉള്ളി ചേർക്കും.
ഉള്ളിയും പിന്നെ കാന്താരിയൊക്കെ കൂടെ അരച്ച് അങ്ങനെ ചേർക്കാം. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുരുമാങ്ങ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ചമ്മന്തി ഇടും. പിന്നെ ഇത് റോസ്റ്റ് ചെയ്യാം, തേങ്ങ കുത്തിയിട്ട് വറക്കാം. അതെ അല്ലേ? എത്ര വാങ്ങി? 2 കിലോ വീതം. അപ്പോൾ അതെ, ആ സമയം കൊണ്ട് ഡാഡി പച്ചമീൻ വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് മീനുകൾ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ കുറേ ടൈപ്പ് മീനുകളുണ്ട്, നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് വാങ്ങിക്കൊണ്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ കൂട്ടത്തിൽ നിന്ന് പ്രാഞ്ഞിൽ എന്ന് പറയുന്നൊരു മീനാണ് വാങ്ങിയത്. ഈ മീൻ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫ്രഷ് ആണെന്നൊക്കെ ആ ചേട്ടൻ കാണിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ അത് കുറച്ച് വാങ്ങി. കൂടെ ആ ചേട്ടനെല്ലാം നല്ല വെൽ പാക്ക്ഡായിട്ട് കെട്ടിത്തന്നു. പിന്നെ അതിനകത്ത് ഐസൊക്കെ ഇട്ട് തന്നു കേട്ടോ. മീൻ ഫ്രഷ് മീനായതുകൊണ്ട് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഐസൊക്കെ ഇട്ട് തന്നു. ഇനി ഇവിടെ പോയാലേ ഒരു മൂടയുള്ളൊരു ബക്കറ്റ് എടുത്ത് വണ്ടിയെ വെക്കണം. അതുപോലെ മീനൊക്കെ കിട്ടിയാൽ, പ്രത്യേകിച്ച് ആലപ്പുഴ സൈഡിൽ നിന്നൊക്കെ വരുമ്പോ മീനൊക്കെ കിട്ടിയാൽ കൊണ്ടുപോകാൻ ഓർത്ത് തന്നെ. പക്ഷെ കൃത്യസമയത്ത് മറന്നുപോയി, ചീപ്പ് പോലും എടുക്കാൻ മറന്നുപോയി. ഉദ്ദേശിച്ച മീൻ കിട്ടിയോ? ഉദ്ദേശിച്ച മീൻ കുഴപ്പമില്ല. ഇനി എന്നെ മേടിക്കാനുള്ള താറാമുട്ട മതിയോ? ഇത്രയും വലിയ മീനെ അല്ല മേടിക്കണേ. മമ്മി ഇനി എന്നാ മേടിക്കാനുള്ള? താറാവ് കിട്ടുമോ നോക്കാം നമുക്ക്. താറാവും മുട്ടയും വേണോ? മുട്ടയിടുന്ന താറാവിന് മേടിച്ചാ പോരെ? വേണ്ടെന്നേ, പ്രൈസ് ഒന്നും വേണ്ട. അരിയൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. മമ്മി താറാവും മുട്ടയും വേണമെങ്കിൽ മുട്ടയിടുന്ന താറാവിന് മേടിച്ചാ പോരെ? മുട്ടയിടുന്നത് അത് ആയിരിക്കും. പോരെ? ഇപ്പോൾ കോഴിയെ വീഡിയോ എടുക്കണോ? കണ്ടോ? മമ്മി എന്നാ താറാവും മുട്ടയും വേണമെങ്കിൽ മമ്മി മുട്ടയിടുന്ന താറാവിന് മേടിച്ചാ പോരെ? താറാവിനെ കൊന്നു തിന്നാൻ പറ്റുമോ? എന്നിട്ട് ഇപ്പോൾ കോഴിയത്തിന് നാട് കിടത്തായിരിക്കും അമ്മി. പിന്നെ വേറൊരു പ്രത്യേക കാര്യം, അപ്പയിടില്ലാത്ത താറാവാണെങ്കിൽ ഒരു നോക്കാല്ലേ. മമ്മി താറാവിനെ വാങ്ങാൻ പോണോ? അയ്യോടാ, പൂവനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തലയിൽ ഈ കളറുള്ളതെല്ലാം പോകുന്നവരാ. ദിവ്യാന്ന് വിടുന്നുണ്ടോ? ദിവ്യ ഇത് എന്നാ എന്നാ ദിവ്യ എന്താണ്? ഈ ബ്ലാക്ക് കളറിലുള്ളതെല്ലാം തലയിലുള്ളതെല്ലാം എന്താ പൂമാരാണോ? ആ പൂമര. വളർത്താൻ തോന്നുന്നുണ്ടോ താറാവിനെ? വളർത്താൻ അങ്ങനെ വെള്ളമൊക്കെ വേണം. കനാലിൽ കൊണ്ട് വിട്ടാൽ മതി. എന്നിട്ട് സ്കൂൾ വിട്ട് വരുന്ന പോലെ വരിവരിയായിട്ട് കൊണ്ടുവന്നാൽ മതി. വൈകുന്നേരം മകള് പോയി കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. രാവിലെ അതിന് നല്ലത് മമ്മി കൂട്ടിക്കൊണ്ട് വരുന്ന. ഞാനിനി പറഞ്ഞ മക്കളെ ചോദിക്കല്ല, നല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളൊക്കെ പറഞ്ഞെങ്കിലേ താറാവുണ്ട്. എൻ്റെ അമ്മ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ 2 താറാവിനെ വാങ്ങി കേട്ടോ. ഒരാണും ഒരു പെണ്ണിനെയും വാങ്ങി. 11 രൂപയ്ക്ക് തന്നത് ബില്ലുണ്ട്. അതല്ല നിങ്ങളുടെ മുട്ടയല്ല, ഞങ്ങളുടെ മുട്ട. ഇപ്പോൾ 12 രൂപയാണ് ഒരു മുട്ടയുടെ വില. നമ്മളൊരു 30 മുട്ട ഏകദേശം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണ്? വാളംപുളിയാ. ആ കൊള്ളാവോ? നല്ല പുളിയാ. വാങ്ങുന്നുണ്ടോ? മേടിക്കാം. പിന്നെ ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്ക് പല ടൈപ്പ് ഉണക്കമീനൊക്കെ ഇരിപ്പുണ്ട്. കഞ്ഞിക്കൊക്കെ ഇച്ചിരി ഉണക്കമീനൊക്കെ നല്ലതായിരിക്കും, ചോറിനൊക്കെ. അപ്പോൾ അതിരിപ്പുണ്ട്. പിന്നെ മമ്മി കുറേ പുളിയൊക്കെ വാങ്ങിയിട്ടോ. മമ്മിക്ക് പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. മമ്മി സാമ്പാറിനകത്തും ഒക്കെ പുളി ഇടുന്നതാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ വാങ്ങിയത്. നത്തോലിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അവിടെ.